ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ അകത്തിൽ നിന്നും കൊതുകുകളെ കൂട്ടത്തോടെ പുറത്ത് ചാടിക്കാൻ ഉള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. 10 പൈസ പോലും മുടക്കില്ലാത്ത ഒരു കിടിലൻ ടിപ്പാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ കൂട്ടുകാരാരെങ്കിലും ചാനലിൽ ആദ്യമായിട്ടാവുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലും റിലേറ്റീവ്സിൻ്റെ കൂട്ടത്തിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു നയാ പൈസ മുടക്കില്ലാത്ത ഒരു ടിപ്പാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാവേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാട്ടും പുറത്ത് സുലഭമായി കാണുന്ന പറമ്പിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് ശീമക്കൊന്നയില. ഇതൊരു മരമാണ്. ഈ കൊന്ന നമുക്ക് കുരുമുളകൊക്കെ കൊടി കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഞങ്ങളിവിടെ കുരുമുളക് കൊടി കയറ്റാൻ വേണ്ടി വെച്ച് പിടിപ്പിച്ച ഒരു ചെടിയാണ് ശീമക്കൊന്ന. ശീമക്കൊന്നേൻ്റെ ഇല വെച്ച് ഇങ്ങനെ ചെയ്താൽ ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ മുറിക്കകത്ത് ഉണ്ടാകില്ല. ശീമക്കൊന്ന ഇല വെച്ച് കൊതുകിനെ എങ്ങനെ നമുക്ക് തുരുത്തി ഓടിക്കാൻ പറ്റുന്ന 2 കിടിലൻ ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പം കൊതുകിനെ തുരുത്താൻ പറ്റുന്ന ഒന്നാമത്തെ വഴിയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ കൊന്നയിലയുടെ ഈർപ്പൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം കവറിൻ്റെ പകുതിയോളം ഇട്ട് കൊടുക്കണം. ശീമക്കൊന്നയില ഇങ്ങനെ നല്ലോണം നിറച്ചതിൻ്റെ ശേഷം ഒരു കവറിനകത്ത് ഊട്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. സാധാരണ സന്ധ്യാസമയങ്ങളിൽ ആണല്ലോ കൊതുകിൻ്റെ ശല്യം കൂടുതൽ ഉണ്ടാകുന്നത്. ആ സമയത്ത് ഈ കവർ തുറന്ന് മുറിക്കകത്തേക്ക് വെച്ചാൽ മതി. അപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഇല എല്ലാം വാടിപ്പോകുമ്പം തന്നെ ഭയങ്കര ഒരു കട്ട സ്മെല്ലായി വരുന്നത്. അപ്പം തന്നെ കൊതുകുകൾക്ക് ഈ മണം സഹിക്കാൻ മേലാതെ തന്നെ കൂട്ടത്തോടെ പറവറക്കും. അപ്പം നമുക്ക് സന്ധ്യാസമയങ്ങളിൽ 2 കൂടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഒരു റൂമിൽ ജനലിൻ്റെ അവിടെ തൂക്കിയിടാൻ പറ്റും. കൂടാതെ കബോർഡിൻ്റെ അടിയിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. കട്ടിലിൻ്റെ അടിയിലും നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. കൊതുകുകൾക്ക് ഈ കട്ട സ്മെല്ല് സഹിക്കാതെ തന്നെ അവർ പറവറക്കും. ജൈവ കീടനാശിനികൾക്ക് അതിൻ്റേതായ ഒരു ഗന്ധമുണ്ട്. പക്ഷേ അത് നമ്മുടെ ആരോഗ്യത്തിന് യാതൊരു ദോഷം വരുത്തുന്നില്ല. ഇനി നമുക്ക് ശീമക്കൊന്ന ഇല വെച്ച് രണ്ടാമത്തെ മാർഗം എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ പറിച്ചു വെച്ച ശീമക്കൊന്ന ഇല ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ച് കിട്ടുന്ന ആവശ്യമായി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ ഇപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് അരിപ്പ വെച്ചൊന്ന് അരിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ പോയി വാടിയ ശീമക്കൊന്നയില അരച്ചെടുത്തപ്പോഴത്തേക്കിന് നല്ലൊരു കട്ട മണമാണ് ഈ വരുന്നത്. ഇതാണ് നമ്മൾ കൊതുകിനെ ഓടിക്കാനുള്ള ഒരു സൂത്രം. നല്ലോണം മിക്സിക്കകത്തെ ആ ജ്യൂസ് എടുത്തതിൻ്റെ ശേഷം സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഡൈല്യൂട്ടാക്കി കൊടുക്കാം. സന്ധ്യാസമയങ്ങളിൽ നമുക്ക് മുറിക്കകത്ത് കട്ടിലിൻ്റെ അടിയിലും കബോർഡിൻ്റെ അടിയിലും ഒക്കെ നമുക്ക് തളിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടലിൽ ഇട്ടിട്ട് സ്പ്രേ ചെയ്യുകയും ചെയ്യാം. കട്ടിലിൻ്റെ അടിയിലും മേശയുടെ അടിയിലും മുറിക്കകത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാം.
കട്ടിലിൻ്റെ അടിയിലും മേശയുടെ അടിയിലും മുറിക്കകത്തൊക്കെ കൊതുകുകൾ ഇരിക്കുന്നത് കൂട്ടത്തോടെ പറന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കവറിനകത്ത് വെച്ചേക്കുന്ന ശീമക്കൊന്നയില രാത്രി മൊത്തം നമുക്ക് ആ റൂമിനകത്ത് വെച്ചാൽ ഒരു കൊതുക് പോലും ആ റൂമിലേക്ക് വരില്ല. കവറിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് 2-3 ദിവസം നമുക്ക് ഈ ശീമക്കൊന്നയില റൂമിനകത്ത് വീണ്ടും വീണ്ടും ഈ ഇല ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം 10 പൈസ മുടക്കില്ലാതെ ശീമക്കൊന്നയിലയുടെ ഈ സൂത്രവിധികൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ കൂട്ടത്തിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമുക്ക് ഈ ശീമക്കൊന്നയില അരച്ച് വെച്ചേക്കുന്നതിൻ്റെ വേസ്റ്റൊക്കെ അതിനകത്തും കൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പറമ്പിലോ നമ്മളുടെ കിച്ചൻ്റെ ചുറ്റുപാടിലോ ഒക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ വീഡിയോ എൻഡ് ആക്കാൻ പോവാ. ഇനിയും ഒരു വേറെ വീഡിയോ ആയിട്ടും വരുന്നിടം വരെ ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.